ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് വിവരങ്ങൾ? നിലവിൽ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് മുഹമ്മദ് ഷുഹൈബ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും മുഹമ്മദ് ഷുഹൈബും ഈ MS സൊല്യൂഷൻസിലെ അന്ന് ക്ലാസ് എടുത്തിരുന്ന 2 അധ്യാപകരും നിലവിൽ ഒളിവിലാണ് എന്നതാണ്. ഇവർക്കായുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇപ്പോഴും നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു. ഈ സമയം മുഹമ്മദ് ഷുഹൈബിന്റെ പിതാവടക്കം ഒളിവിലാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല, ഈ MS സൊല്യൂഷൻസിലെ മറ്റ് 2 ഇംഗ്ലീഷ് അധ്യാപകർക്കും ഈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. ഇവരാരും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരുന്നില്ല. ഈ ഹാജരാകാത്ത പക്ഷം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 2 അധ്യാപകരും നിലവിൽ ഒളിവിലാണ്. ഇവരെക്കുറിച്ചും യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കേസിൽ ഈ അന്വേഷണം മുഹമ്മദ് ഷുഹൈബിലേക്ക് എത്തുന്ന കാലഘട്ടം വരെ മുഹമ്മദ് ഷുഹൈബ് ഈ കോഴിക്കോട് കൊണ്ടോട്ടിയിൽ തന്നെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലും യൂട്യൂബ് വീഡിയോകളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. അന്നൊന്നും ഷുഹൈബിനെ പിടിക്കാനോ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല. കൃത്യമായി തന്നെ മുഹമ്മദ് ഷുഹൈബിന് ഒളിവിൽ പോകാനുള്ള സൗകര്യം അന്വേഷണ സംഘം ഒരുക്കി കൊടുത്തു എന്ന് തന്നെ നമുക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കോടതി പോലും ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ മുഹമ്മദ് ഷുഹൈബിലേക്ക് മാത്രം എങ്ങനെയാണ് അന്വേഷണം ഒതുങ്ങുക? കൃത്യമായി ഈ ചോദ്യപേപ്പർ ആഴ്ചകൾക്ക് മുൻപ് തന്നെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തും. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം ഈ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൂടി നീങ്ങണ്ടേ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പോലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ മുഹമ്മദ് ഷുഹൈബ് എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കാനുള്ള നീക്കമാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നത്. ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ മറ്റ് സ്കൂളിലെ അധ്യാപകരിലേക്കോ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള ഒരു കാര്യത്തിലേക്കും അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ നമുക്ക് കൃത്യമായി തന്നെ അറിയാം, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സംഘത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുമായി CPM-ഉമായും ഒക്കെ തന്നെ അടുത്ത ബന്ധമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിൽ അത്തരത്തിൽ അധ്യാപകരിലേക്ക് പോകും, വിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോകും. ഇതൊക്കെ തന്നെ സർക്കാരുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവരാണ്. ആ രീതിയിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് അത് കോട്ടം തട്ടും, വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടും. അതുകൊണ്ടൊക്കെ ആകാം ഒരുപക്ഷെ ഈ അന്വേഷണം മുഹമ്മദ് ഷുഹൈബ് എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രം ഒതുക്കാനുള്ള നീക്കം ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും മുഹമ്മദ് ഷുഹൈബിനും ഈ MS സൊല്യൂഷൻസിലെ മറ്റ് 2 അധ്യാപകർക്കുമായി അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഈ ക്രൈംബ്രാഞ്ച് പറയുന്നത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.